നമ്മൾ പലപ്പോഴും കരുതുന്നത് ഇമോഷനുകൾ വരും പോകുമെന്നാണ്. പക്ഷേ പല വികാരങ്ങളും നമ്മൾ പ്രോസസ്സ് ചെയ്യാതെ വെച്ചാൽ അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ സ്റ്റോർ ആയി നിൽക്കും. അത് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, കോപം, ദുഃഖം ഇവ ഒന്നും നിങ്ങളുടെ വീക്ക്നെസ് അല്ല. ഇത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അയക്കുന്ന സിഗ്നലുകളാണ്. എന്തിനുള്ള സിഗ്നലാണ്? ഞാൻ ഏറെ നേരമായി വളരെ ഭാരമെടുത്ത് നിൽക്കുകയാണ് എന്നൊരു സന്ദേശം. വികാരങ്ങൾ അധികമാകുമ്പോൾ, ഓവർലോഡ് ആകുമ്പോൾ ബ്രെയിൻ ലക്ഷണങ്ങളിലൂടെ സംസാരിക്കും. അതൊരു പക്ഷെ മറന്നുപോകലായിട്ടോ മെന്റൽ ഫോഗായിട്ടോ ക്ഷീണം, ശ്രദ്ധക്കുറവ്, ചിലപ്പോൾ ഒരു ഇമോഷണൽ നംനെസ് പോലും ആകാം. ഇതൊന്നും നിങ്ങൾക്കെതിരെയുള്ളതല്ല. നിങ്ങളുടെ സിസ്റ്റം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഹീലിംഗ് തുടങ്ങുന്നത് നിങ്ങൾ വികാരങ്ങളെ തള്ളിക്കളയുന്നത് നിർത്തി അവയെ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇനി എനിക്ക് ഉപകാരമില്ലാത്ത എന്ത് എമോഷനെയാണ്, എന്തിനെയാണ് ഞാൻ എന്നിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്ത് ചിന്തകളാണ് എന്നെ കുടുക്കി നിർത്തിയിരിക്കുന്നത്? ഒരു കൈ നിങ്ങളുടെ തലയിലോ ഹൃദയത്തിലോ എവിടാണോ ഭാരം അനുഭവപ്പെടുന്നത് അവിടെ വെച്ചിട്ട് ശാന്തമായി മനസ്സിൽ ചോദിക്കൂ, എനിക്ക് ഇനി ഉപകാരമില്ലാത്ത എല്ലാ ചിന്തകളും വികാരങ്ങളും ഞാൻ ഇന്ന് ഉപേക്ഷിക്കുന്നു. എൻ്റെ മനസ്സ് തെളിഞ്ഞതും ശാന്തവും പുതിയ സാധ്യതകൾക്ക് തുറന്നതുമാകുന്നു. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തറിയൂ. വലിയ ഡ്രാമയല്ല ഹീലിംഗ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കരുണയും അവബോധവുമാണ്. ഓർമ്മിക്കൂ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ശത്രുവല്ല, മാറ്റത്തിനുള്ള നിങ്ങളുടെ കൂട്ടാളിയാണ്. അകത്ത് സ്പേസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി സ്വാഭാവികമായി ഉണ്ടാകും. ക്ലാരിറ്റിയിൽ നിന്നും സമാധാനവും തെരഞ്ഞെടുപ്പും പുതിയ തുടക്കങ്ങളും ഉണ്ടാകും. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുടെ ഹീലിംഗിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ചെറിയ ഒരു ആക്ഷൻ നിങ്ങളെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.